എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും LDC LGS മെയിൻസിലായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് രോഗങ്ങളും അവയുടെ വിശേഷണങ്ങളും. കോഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി കോഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ രോഗങ്ങളും അതിൻ്റെ വിശേഷണവും മാത്രമാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ അത് ഇന്ന് നമുക്ക് കോഡ് ഉപയോഗിച്ചിട്ട് പഠിക്കാം. അപ്പോൾ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്നതിൻ്റെ വീഡിയോ കാണാത്തവരെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇവിടെ നോക്കുക, രോഗങ്ങളുടെ വിശേഷണങ്ങളും അത് ഏത് രോഗമാണ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കണക്റ്റിംഗ് കോഡും കൂടെ പറയും. അപ്പോൾ നിങ്ങൾക്ക് കോഡ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ചതുപ്പ് രോഗം അഥവാ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ഓക്കെ, മലമ്പനി അറിയപ്പെടുന്നത് എന്താണ്? ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് നമുക്ക് മലമ്പനി എന്ന് പറയുമ്പോഴത്തേനും അതിൽ നിന്ന് മല എടുക്കാമല്ലേ. അപ്പോൾ മല എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം മലേൻ്റെ മുകളിൽ ചതുപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ അഴുക്കൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലം അല്ലേ, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ചതുപ്പ് രോഗം, അപ്പോൾ മലയിൽ എന്താണ് ചതുപ്പൊക്കെ ഉണ്ടാവും അല്ലേ, അങ്ങനെ അഴുക്ക് കെട്ടിക്കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും, ചതുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ മലയിൽ ചതുപ്പ് ഉണ്ടാകും. ചതുപ്പിൽ നിന്ന് അഴുക്ക് കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് നിന്നും വരുന്ന വെള്ളം എങ്ങനെയായിരിക്കും? നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും അല്ല. അപ്പോൾ അത് കളറൊക്കെ നല്ല കറുത്ത് അല്ലെ കരകരാന്തിക്കുന്ന വെള്ളമായിരിക്കും വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർക്കുക കേട്ടോ. മലയായി എന്ന് വെച്ചാൽ അവിടെ ചതുപ്പ് ഉണ്ടാവും, അഴുക്കൊക്കെ കെട്ടിക്കിടക്കുന്ന ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും വരുന്ന വെള്ളം എങ്ങനെയായിരിക്കും? നല്ല ബ്ലാക്ക് കളറിൽ അല്ലേ, വൃത്തിയില്ലാത്ത വെള്ളമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. മലമ്പനി, ചതുപ്പ് രോഗവും ബ്ലാക്ക് വാട്ടർ ഫീവറും കൂടെ കണക്ട് ചെയ്യുക. കിട്ടുമല്ലോ? അടുത്തത് നോക്കാം. കറുത്ത മരണം. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. പ്ലേഗ്, കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. അപ്പോൾ നമുക്ക് പ്ലേഗ് എന്ന് കേൾക്കുമ്പോൾ ഇവിടെ പ്ലേ ഉണ്ട് അല്ലേ. പ്ലേ എന്ന് വെച്ചാൽ എന്താണ്? കളിക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾ വെയിലത്തൊക്കെ പോയി കളിച്ചു കഴിഞ്ഞാൽ അവരെന്ത് സംഭവിക്കും? കറുക്കും അല്ലേ. വെയിലത്ത് പോയി കളിച്ചു കഴിഞ്ഞാൽ കറുക്കും എന്നുള്ള രീതിയിൽ കറുത്ത മരണം പ്ലേഗ് എന്നറിയപ്പെടുന്നു. ഓക്കെ, പ്ലേ കളിക്കുക, കളിച്ചു എന്ന് വെച്ചാൽ വെയിലത്ത് പോയി കളിച്ചാൽ എന്ത് സംഭവിക്കും? കറുക്കും എന്നുള്ള രീതിയിലൊന്ന് ഓർത്തിരിക്കുക. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്, പ്ലേഗ്. ഓക്കെ, ദെൻ രാജകീയ രോഗം അഥവാ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് കേട്ടോ. ഹീമോഫീലിയ. അപ്പോൾ രാജകീയ രോഗം അല്ലെങ്കിൽ ക്രിസ്മസ് രോഗം. അപ്പോൾ ഹീമോഫീലിയ എന്നുള്ളതിൽ ഹീമോ എന്ന് അറിയാം അല്ലേ. ഹീമോഗ്ലോബിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ബ്ലഡുമായിട്ട് ഒരു കണക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ രാജകീയ രോഗം, രാജരക്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലെ. ക്ഷത്രിയ രക്തം അല്ലെങ്കിൽ രാജരക്തമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ രാജ രക്തവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ ഹീമോഫീലിയ കിട്ടുമല്ലോ അല്ലേ. ദെൻ ക്രിസ്മസ് രോഗം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ക്രിസ്മസ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ചുവന്ന കളർ തൊപ്പിയും ചുവന്ന കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്ന ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെയാണ് ഓർമ്മ വരിക. അപ്പോൾ ചുവപ്പ്, അതിലും ഒരു ചുവപ്പുണ്ട് അല്ലേ. അപ്പോൾ രക്തമായിട്ട് കണക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ രാജരക്തം എന്നുള്ള രീതിയിൽ രാജകീയ രോഗം ഹീമോഫീലിയ ആയിട്ട് കണക്ഷൻ കിട്ടും. ക്രിസ്മസ് അപ്പൂപ്പനെ ഓർത്താൽ ക്രിസ്മസ് രോഗവും ഹീമോഫീലിയ ആയിട്ടൊരു കണക്ഷൻ കിട്ടും. ഓക്കെ, അടുത്തത് വെളുത്ത പ്ലേഗ്, കോക്ക് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ഷയമാണ്. വെളുത്ത പ്ലേഗ്, കോക്ക് രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷയമാണ്. അപ്പോൾ നമ്മൾ പറയും ഈ ക്ഷയിച്ചത് കൊക്ക് പോലെ ആയല്ലോ എന്ന് പറയും അല്ലെ. മെലിഞ്ഞ് വരുന്നവരെ നമ്മൾ നോക്കി പറയുന്നതാണ് മെലിഞ്ഞിട്ട് ഒരു കൊക്ക് പോലെ ആയല്ലോ എന്ന് പറയും. അപ്പോൾ കൊക്ക് ക്ഷയിച്ച് എന്തായി? കൊക്കിനെ പോലെയായി. കൊക്ക് എന്ന് പറയുമ്പോൾ വെള്ളയാണ് അല്ലേ. അപ്പോൾ ക്ഷയിച്ച് ഒരു വെളുത്ത കൊക്കിനെ പോലെ ആയല്ലോ എന്നുള്ള രീതിയിൽ വെളുത്ത പ്ലേഗും കോക്ക് രോഗവും കിട്ടുമല്ലോ അല്ലേ. ക്ഷയിച്ച് എന്തായി? ഒരു വെളുത്ത കൊക്കിനെ പോലെയായി എന്നുള്ള രീതിയിൽ ക്ഷയം എന്ന് പറയുന്നത് വെളുത്ത പ്ലേഗും കോക്ക് രോഗം എന്ന് പറയപ്പെടുന്നു. കിട്ടിയോ? അടുത്തത് നോക്കുക. ഹാൻസൻസ് രോഗം, കുഷ്ഠം അറിയപ്പെടുന്ന പേരാണ് ഹാൻസൻസ് രോഗം. ഓക്കെ, അപ്പോൾ ഹാൻസൻസ് രോഗം എന്ന് പറയുമ്പോഴത്തേനും ഹാൻ എന്നുള്ളതിൽ നിന്ന് ഹാൻഡ് എടുക്കാമല്ലോ, ഹാൻഡ്. അപ്പോൾ നമ്മൾ കഷ്ടം എന്ന് പറയാനായിട്ട് ഇങ്ങനെ കൈ വയ്ക്കില്ലേ, കഷ്ടം എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഹാൻഡ് അല്ലേ, ഹാൻഡ് ഇങ്ങനെ വെക്കുന്നത് കഷ്ടം എന്ന് പറയാനാണ് അല്ലേ. അപ്പോൾ ഹാൻസൻസ് രോഗം കുഷ്ഠവുമായിട്ടൊന്ന് കണക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കണക്ഷൻ കിട്ടി അല്ലേ. ഇവിടെ നോക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം. ചതുപ്പ് രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ, മലമ്പനി അല്ലേ. അപ്പോൾ മലയുടെ മുകളിൽ നിന്ന് ചതുപ്പ് ഉണ്ടാവും, ചതുപ്പിൽ നിന്ന് വരുന്ന വെള്ളം ബ്ലാക്ക് കളറിലൊക്കെയാണ് എന്നുള്ള രീതിയിലൊന്ന് ഓർക്കുക. കറുത്ത മരണം പ്ലേ കളിച്ചു കഴിഞ്ഞാൽ കറുക്കും എന്നുള്ള രീതിയിൽ കറുത്ത മരണം ഓർത്തിരിക്കുക. രാജകീയ രോഗം ക്രിസ്മസ് രോഗം, ഹീമോഫീലിയ അല്ലേ. ഹീമോ എന്ന് പറയുമ്പോൾ ബ്ലഡ്,
ചുവപ്പുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ രാജരക്തം എന്നുള്ള രീതിയിൽ രാജകീയ രോഗം. ക്രിസ്മസ് അപ്പൂപ്പനെ ഓർക്കുമ്പോൾ നമുക്ക് ക്രിസ്മസ് രോഗം കിട്ടും. ദെൻ വെളുത്ത പ്ലേഗ് കോക്ക് രോഗം. ക്ഷയിച്ച് കഴിഞ്ഞാൽ വെളുത്ത കൊക്കിനെ പോലെയാകും എന്നുള്ള രീതിയിൽ വെളുത്ത പ്ലേഗും കോക്ക് രോഗവും കൂടെ കണക്ട് ചെയ്യുക കേട്ടോ. ദെൻ ഹാൻസൻസ് രോഗം കുഷ്ഠം. ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത് കഷ്ടം എന്ന് പറയാനാണ് അല്ലേ. അപ്പോൾ ഹാൻസൻസ് രോഗം കുഷ്ഠമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ. അടുത്തത് നോക്കാം കില്ലർ ന്യൂമോണിയ. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാൾസ് ആണ്. ഓക്കെ, സാൾസ് ആണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കണക്ഷൻ കിട്ടാനായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ ഫിലിംസ് വന്നിട്ടുണ്ട് അല്ലേ, ക്രൈം ത്രില്ലറാണ്. അപ്പോൾ അതിൽ എല്ലാ കില്ലർമാരും എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹൈ പൊസിഷനിൽ അല്ലെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന സാറുമാരായിരിക്കും. അത് സ്കൂളിലുള്ള സാറുമാരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പൊസിഷനിലിരിക്കുന്ന സർ എന്ന് വിളിക്കാൻ പാകത്തിനുള്ള ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ കില്ലർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സാറുമാരെയാണ് ഇപ്പോൾ കില്ലറായിട്ട് ചിത്രീകരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. കില്ലർ ന്യൂമോണിയ സാസ് അല്ലേ, എല്ലാ സാറുമാരെയാണ് അല്ലേ നല്ല ഉന്നത പൊസിഷനിലിരിക്കുന്ന സാറുമാരെയാണ് ഇപ്പോൾ കില്ലറായിട്ട് ചിത്രീകരിക്കുന്നത് എന്നുള്ള രീതിയിൽ കില്ലർ ന്യൂമോണിയ സാൾസുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അടുത്തത് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയ ആണ്. ഓക്കെ, ഡിഫ്തീരിയ ആണ് തൊണ്ടമുള്ള. അപ്പോൾ നമ്മുടെ തൊണ്ടയിൽ ഒരു മുള്ള് പെട്ടാൽ, അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്ന് പറഞ്ഞാൽ തന്നെ തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതയാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് തിരിയാനൊന്നും പറ്റില്ല എന്ന് നോക്കാം കേട്ടോ. തൊണ്ടയിൽ എന്തെങ്കിലും ഒരു വേദനയോ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്കിങ്ങനെ തിരിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ തൊണ്ടവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിയാൻ പറ്റില്ല. അപ്പോൾ ഡിഫ്തീരിയ കിട്ടുമല്ലോ, തിരിയാൻ പറ്റില്ല. അപ്പോൾ തൊണ്ടയിൽ വേദനയോ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തൊണ്ടമുള്ള ഡിഫ്തീരിയ കിട്ടിയോ. അടുത്തത് മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് മിനമാത രോഗമാണ്. ഓക്കെ, മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? മിനമാത രോഗമാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് മാർജാരൻ എന്ന് വെച്ചാൽ എന്താണ്? പൂച്ചയാണ് അല്ലേ. മാർജാരൻ എന്ന് വെച്ചാൽ പൂച്ചയാണ്. പൂച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം ഏതാണ്? മീനാണ് അല്ലേ. അപ്പോൾ മാർജാരൻ പൂച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മീനാണ്. അപ്പോൾ മീൻ എന്നുള്ളതിൽ നിന്ന് മിനമാത രോഗത്തിലോട്ട് എത്താലോ അല്ലേ. അപ്പോൾ മാർജാര നൃത്ത രോഗം, മിനമാത രോഗം. മാർജാരൻ പൂച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? മീനാണ്. അപ്പോൾ മിനമാത രോഗം കിട്ടിയോ. അടുത്തത് നോക്കാം വില്ലൻ ചുമ എന്ന് പറയുമ്പോൾ പെർട്ടൂസിസ് എന്നാണ് അറിയപ്പെടുന്നത്. വില്ലൻ ചുമ എന്നറിയപ്പെടുന്നത് പെർട്ടൂസിസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുന്നത്? വില്ലൻ ചുമ എന്നറിയപ്പെടുന്നത് പെർട്ടൂസിസ് ആണ്. അപ്പോൾ ചുമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്തൊരു വില്ലനാണ് അല്ലേ. ഇപ്പോൾ കൊറോണയുടെ കാലമായതുകൊണ്ട് ചുമച്ച് കഴിഞ്ഞാൽ നിനക്ക് കൊറോണ ഉണ്ടോ എന്നൊരു ഡൗട്ടാണ് എല്ലാവർക്കും അല്ലേ. അപ്പോൾ ചുമ എന്ന് പറയുന്നത് വില്ലനായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ചുമ വന്നാൽ ഇപ്പോഴത്തെ കാലത്തിൽ എന്താണ്? പെട്ടു അല്ലേ. ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. അപ്പോൾ ആ പെട്ടു എന്നുള്ളതിൽ നിന്നും പെർട്ടൂസിസ് കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ വില്ലൻ എന്ന് പറയുന്നത് ഈ കൊറോണയുടെ ഈ ടൈമിൽ വില്ലൻ എന്ന് പറയുന്നത് ആരാണ്? ചുമയാണ്. അപ്പോൾ ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ വില്ലൻ ചുമ പെർട്ടൂസിസ് കിട്ടിയോ. അടുത്തത് നോക്കാം ഉറക്ക രോഗം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ ട്രിപ്പനസോ ആണ് കേട്ടോ. ആഫ്രിക്കൻ ട്രിപ്പനസോ ആണ് ഉറക്ക രോഗം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആഫ്രിക്കൻ ട്രിപ്പനസോ. അപ്പോൾ ഇപ്പോൾ ഒരു ആഫ്രിക്കയിലോട്ടൊക്കെ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഭയങ്കര, നമുക്ക് എവിടേക്കാണെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലൊരു കണക്ഷൻ കിട്ടും. ആഫ്രിക്കൻ ട്രിപ്പനസോ, ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും എന്നുള്ള രീതിയിൽ ഉറക്ക രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? ആഫ്രിക്കൻ ട്രിപ്പനസോ കിട്ടിയല്ലോ. അടുത്തത് നോക്കാം ഷെയ്ക്കിംഗ് പാൾസി. ഷെയ്ക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് പാർക്കിൻസൺസ് രോഗമാണ്. പാർക്കിൻസൺസ് രോഗം. അപ്പോൾ ഇവിടെ ഷെയ്ക്കിംഗ് എന്ന് പറയുമ്പോഴത്തേനും തന്നെ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാഹനമൊന്നും പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് ഓർക്കാമല്ലോ അല്ലേ. നമ്മുടെ കൈയൊക്കെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊന്നും കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഷെയ്ക്കിംഗ് പാൾസി പാർക്കിൻസൺസ് രോഗമായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. അടുത്തത് വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് ആണ്. അപ്പോൾ വിശപ്പ് നമുക്ക് സഹിക്കാൻ പറ്റാണ്ടായി പറഞ്ഞാൽ അയ്യോ വിശന്ന് ഞാനിപ്പോൾ ചത്തുപോവുകയെ എന്നൊക്കെ പറയില്ലേ അല്ലേ. വിശന്നാൽ നീയല്ലാതെ ആവും എന്നൊക്കെ പറഞ്ഞ പരസ്യമൊക്കെ ഉണ്ട്. അപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും എന്നൊക്കെ പറയില്ലേ. വിശന്നിപ്പോൾ ചത്തുപോവുകയെ എന്നൊക്കെ പറയും. അപ്പോൾ മരിക്കും എന്നുള്ള രീതിയിൽ അല്ലേ. വിശപ്പ് സഹിക്കാൻ പറ്റാതെ ആയാൽ നമ്മൾ മരിക്കും എന്നുള്ള രീതിയിൽ മരാസ്മസ് ഓർക്കാലോ അല്ലേ. അപ്പോൾ വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് ആണ്. കിട്ടിയോ. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കാം. കില്ലർ ന്യൂമോണിയ സാസ്, ഇപ്പോഴത്തെ സാറുമാർ അല്ലേ, ഉന്നത പൊസിഷനിലിരിക്കുന്ന സാറുമാരെയാണ് കില്ലറായിട്ട് ചിത്രീകരിക്കുന്നത് എന്നുള്ള രീതിയിൽ കില്ലർ ന്യൂമോണിയ സാൾസ്.
തൊണ്ടമുള്ള്, തൊണ്ടയിൽ എന്തെങ്കിലും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിയാൻ പറ്റില്ല, അപ്പോൾ തൊണ്ടമുള്ള് ഡിഫ്തീരിയ. മാർജാരം നൃത്തരോഗം, മാർജാരം പൂച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? മീനാണ്, അപ്പം മിനമാതാ രോഗം. വില്ലൻ ചുമ പെർട്ടൂസിസ് അല്ലേ, ചുമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വില്ലനാണ്, ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു പെർട്ടൂസിസ്. ഉറക്ക രോഗം ആഫ്രിക്കൻ ട്രിപ്പൻസോ, അപ്പോൾ ആഫ്രിക്കയിലോട്ടല്ല എവിടേക്കാണെങ്കിലും ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉറക്ക ക്ഷീണമായിരിക്കും, അപ്പോൾ ഉറക്ക രോഗം ആഫ്രിക്കൻ ട്രിപ്പനസോ. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന പാർക്കിൻസൺസ്, അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് ഓർക്കുക കേട്ടോ. ദെൻ വിശപ്പിൻ്റെ രോഗം മരാസ്മസ്, വിശപ്പ് സഹിക്കാൻ പറ്റാതെ നമ്മൾ മരിച്ചു പോകും എന്നുള്ള രീതിയിൽ ഓർക്കുക. വിശപ്പിൻ്റെ രോഗം മരാസ്മസ്. ഇത്രയും കിട്ടിയോ? അടുത്തത് നോക്കാം. സ്മൃതി രോഗം. സ്മൃതി എന്ന് വെച്ചാൽ എന്താണ്? ഓർമ്മയാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ സ്മൃതി രോഗം എന്ന് പറയുമ്പോൾ അൽഷിമേഴ്സ് ആണ്, ഓർമ്മ നഷ്ടപ്പെടുന്നത് അൽഷിമേഴ്സ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ രോഗത്തെ ബേസ് ചെയ്തിട്ട് സിനിമയൊക്കെ വന്നിട്ടുണ്ട്, തന്മാത്ര എന്ന് പറഞ്ഞ് മോഹൻലാലൊക്കെ അഭിനയിച്ച് അല്ലേ. അപ്പോൾ അതിൽ ഓർമ്മ നഷ്ടപ്പെടുക എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ അൽഷിമേഴ്സും സ്മൃതി രോഗവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ അല്ലേ. അടുത്തത് പിള്ളവാദം അല്ലെങ്കിൽ ഇൻഫൻറ്റൽ പാരാലിസിസ് എന്നറിയപ്പെടുന്നത് പോളിയോ ആണ് കേട്ടോ. പോളിയോ അറിയപ്പെടുന്നത് എന്താണ്? പിള്ളവാദം എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫൻറ്റൽ പാരാലിസിസ് എന്നറിയപ്പെടുന്നത് പോളിയോ ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്കറിയാം അല്ലേ, പോളിയോ നമ്മൾ എടുക്കും അല്ലേ, കുഞ്ഞു കുട്ടികൾക്ക് ചെറുപ്പത്തൊക്കെ നമ്മൾ പോളിയോ എടുക്കും. അപ്പോൾ പോളിയോ എടുക്കുന്നത് കുട്ടികൾക്കാണ്, അപ്പോൾ പിള്ളവാദം എന്നുള്ളത് അതിൽ നിന്ന് കിട്ടും. ഇനി ഇൻഫൻറ്റൽ പാരാലിസിസ്, ഇൻഫൻറ്റ് വെച്ചിട്ടും കിട്ടും. ഇനി ഇൻഫൻറ്റൽ എന്നുള്ള കണക്ഷൻ കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാം? പോളിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എടുക്കുന്നത് ആരാണ്? പാരൻ്റാണ് അല്ലേ, പാരൻ്റാണ് കുട്ടികൾക്ക് പോളിയോ എടുക്കേണ്ടത്. അപ്പോൾ പാരൻസ് കുട്ടികൾക്ക് പോളിയോ എടുത്തില്ലെങ്കിൽ അല്ലേ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പാരാലിസിസ്, പാരൻ്റ് എന്നുള്ളതിൽ പാരാലിസിസ് അങ്ങനെ എത്താട്ടോ. ഇൻഫൻറ്റൽ പാരാലിസിസ് കിട്ടിയോ? അപ്പോൾ പോളിയോ അറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? പിള്ളവാദം, ഇൻഫൻറ്റൽ പാരാലിസിസ്. പിള്ള എന്നുള്ളത് നമുക്ക് കുട്ടികൾക്ക് പോളിയോ എടുക്കണം എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. ഇൻഫൻറ്റൽ കിട്ടും, ഇൻഫൻറ്റൽ കിട്ടാത്തവർക്ക് ഇൻഫൻറ്റൽ പാരാലിസിസ്. അപ്പോൾ പാരൻ്റാണ് പോളിയോ എടുക്കേണ്ടത് അല്ലെ, കുട്ടികൾക്ക് പാരൻ്റാണ് പോളിയോ എടുക്കേണ്ടത് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ പിള്ളവാദം, ഇൻഫൻറ്റൽ പാരാലിസിസ്, പോളിയോ കിട്ടിയോ? അടുത്തത് കഫവാതജ്വരം. ഓക്കെ, കഫവാതജ്വരം ന്യൂമോണിയ ആണ്. അപ്പോൾ നമുക്കറിയാം കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാതെ കുറേ കാലം ഇങ്ങനെ വെച്ചിരുന്നാൽ അത് ലാസ്റ്റ് ന്യൂമോണിയ ആയിട്ട് മാറാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ കഫവാതജ്വരം എന്ന് പറയുന്നത് ന്യൂമോണിയ ആണ് എന്നുള്ളത് ഓർക്കാം. ദെൻ സ്ലിം ഡിസീസ് അല്ലെങ്കിൽ ഗ്രിഡ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ് കേട്ടോ. സ്ലിം ഡിസീസ് അതുപോലെ തന്നെ ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്, അത് ഓർത്തിരിക്കുക. ദെൻ നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ്. നമുക്കറിയാം അമിത രക്തസമ്മർദ്ദം ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ രാത്രി ഉറങ്ങിക്കിടക്കുന്ന ആൾ രാവിലെ എണീക്കാതെയാവുക അല്ലേ, ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടു പോകുക. അപ്പോൾ എന്താണ് മരണം വരുന്നത് അറിയില്ല, പെട്ടെന്നാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു, അല്ലെങ്കിൽ രാത്രി ഉറങ്ങിക്കിടക്കുന്ന ആൾ കാലത്ത് എണീക്കാതിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് അമിത രക്തസമ്മർദ്ദത്തിലൂടെ മരണങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ മരിക്കുന്നത് നമുക്ക് അറിയില്ല, പെട്ടെന്ന് നടക്കുന്നതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നിശബ്ദനായ കൊലയാളി അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അമിത രക്തസമ്മർദ്ദം അല്ലേ, ബി പി പെട്ടെന്ന് കൂടുന്ന സമയത്ത് നമുക്ക് മരണം വരുന്നത് അറിയില്ല, പെട്ടെന്നാണ് മരിച്ചു പോകുക ആളുകൾ അല്ലേ. അപ്പോൾ നിശബ്ദനായ കൊലയാളിയാണ് എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ അമിത രക്തസമ്മർദ്ദം, നിശബ്ദനായ കൊലയാളി കിട്ടുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ സ്മൃതി രോഗം, അൽഷിമേഴ്സ് അല്ലേ, ഓർമ്മ നഷ്ടപ്പെടുന്നതുമായിട്ട് കണക്ട് ചെയ്യുക. പിള്ളവാദം, ഇൻഫൻറ്റൽ പാരാലിസിസ്, പോളിയോ, കുട്ടികൾക്ക് പോളിയോ എടുക്കാതിരുന്നാൽ വരുന്നത്. ദെൻ കഫവാത ജ്വരം, കഫക്കെട്ട് കുറേ നിൽക്കുമ്പോൾ എന്തായിട്ട് മാറും? ന്യൂമോണിയ ആയിട്ട് മാറും. അപ്പോൾ കഫവാത ജ്വരം എന്നറിയപ്പെടുന്നത് ന്യൂമോണിയ ആണ്. സ്ലിം ഡിസീസ് അല്ലെങ്കിൽ ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. നിശബ്ദനായ കൊലയാളി, അമിത രക്തസമ്മർദ്ദം. അടുത്തത് നോക്കുക, നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്ന അസുഖമാണ് ഗ്ലോക്കോമ. അപ്പോൾ നമ്മൾ നേത്ര രോഗങ്ങൾ പഠിച്ച കൂട്ടത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിശബ്ദനായ കാഴ്ച അപഹാരൻ, അപ്പോൾ കാഴ്ച എന്ന് പറയുമ്പോൾ നേത്രരോഗമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചിട്ടുള്ളതാണെന്നുള്ളത് ഓർത്തിരിക്കുക, ഗ്ലോക്കോമ. അടുത്തത് അരിവാൾ ഡിസീസ് എന്നറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. എന്താണ് അറിയപ്പെടുന്നത്? അരിവാൾ ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് വീൽസ് ഡിസീസ് അല്ലെങ്കിൽ 7 ഡേ ഫീവർ, ബ്ലാക്ക് ജോണ്ടിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. എലിപ്പനി അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? വീൽസ് ഡിസീസ്, 7 ഡേ ഫീവർ, ബ്ലാക്ക് ജോണ്ടിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ദെൻ ബ്ലൂ ഡെത്ത്, വിഷസൂചിക, റിവറൈൻ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്?
കോളറയാണ്. ഓക്കെ, കോളറ അറിയപ്പെടുന്ന പേരുകളാണ് ബ്ലൂ ഡെത്ത്, വിഷസൂചിക, റിവറൈൻ രോഗം. അപ്പോൾ കോളറ എന്നൊക്കെ പറയുമ്പോഴത്തേനും മഴക്കാലത്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക അല്ലേ. അപ്പോൾ ഇവിടെ റൈൻ ഉണ്ട് അല്ലേ, റെയിൻ മഴയായിട്ടൊന്ന് കണക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ മഴക്കാലത്താണ് കോളറ വരിക എന്നുള്ള രീതിയിൽ റിവറൈൻ രോഗം കിട്ടും. ദെൻ നമ്മൾ എന്താണ് അസുഖം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും അല്ലെ. ഇഞ്ചെക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ സൂചികയായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ, സൂചിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ വിഷസൂചിക കിട്ടും. ദെൻ ബ്ലൂ ഡെത്തും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ റിവറൈൻ രോഗം, റൈൻ മഴ സമയത്താണ് കോളറ വരിക എന്നുള്ള രീതിയിൽ റിവറൈൻ രോഗം കോളറ കിട്ടും. ദെൻ സൂചി അല്ലെ, ഇഞ്ചെക്ട് ചെയ്യുന്നത് കൂടെ കണക്ട് ചെയ്യുമ്പോൾ വിഷസൂചിക, ദെൻ ബ്ലൂ ഡെത്ത്. ഓക്കെ, അത് മൂന്നും പഠിച്ചു വെക്കുക. ദെൻ വൂൾ സോട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്, വൂൾ സോട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ് കേട്ടോ, ആന്ത്രാക്സ് ആണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട്, ഇപ്പോൾ ആന്ത്രാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആന്ധ്ര അല്ലേ, ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുക എന്നുള്ള രീതിയിൽ. ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയാണ് താമസിക്കുന്നത്? ക്വാർട്ടേഴ്സിലാണ്. ക്വാർട്ടേഴ്സ് എന്നുള്ളതിൽ നിന്നും വൂൾ സോട്ടേഴ്സ്, ഓക്കെ, വൂൾ സോട്ടേഴ്സ് ഡിസീസ് കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന് കോഡൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ അറിയാത്തതിൻ്റെ കോഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ നോക്കുക, നിശബ്ദനായ കാഴ്ചാപഹാരൻ ഗ്ലോക്കോമ, അത് കണ്ണിൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നമുക്ക് കിട്ടും. അരിവാൾ ഡിസീസ്, സിക്കിൾ സെൽ അനീമിയ, വീൽസ് ഡിസീസ്, 7 ഡേ ഫീവർ, ബ്ലാക്ക് ജോണ്ടിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ബ്ലൂ ഡെത്ത്, വിഷസൂചിക, റിവറൈൻ രോഗം, കോളറ. അപ്പോൾ റൈനും സൂചിയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. വൂൾ സോട്ടേഴ്സ്, ആന്ത്രാക്സ്, ആന്ധ്രയിൽ പോയാൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുക എന്നുള്ള രീതിയിൽ വൂൾ സോട്ടേഴ്സ്, ആന്ത്രാക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രോഗങ്ങളും അവയുടെ വിശേഷണങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് കോഡുകളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.